സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിദാരുണമായ ഒരു വാർത്തയുമാണ് ഈ തത്സമയം സാക്ഷി ടി വി നിങ്ങളോടൊപ്പം ചേരുന്നത്. ആയൂർ കുഴിയം ഭാഗത്ത് ഇത്തിക്കര ആറ്റിൽ ഒരു ചെറുപ്പക്കാരൻ ഒഴുക്കിപ്പെട്ട ദൃശ്യമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ആയൂർ കുഴിയം ഭാഗത്ത് ഇത്തിക്കരയാറ്റിൽ ഒരു ചെറുപ്പക്കാരൻ കാൽ വഴുതി വീണു എന്നാണ് അറിയപ്പെടുന്നത്. ഫയർഫോഴ്സും ചടയമംഗലം പോലീസും ചേർന്ന് അന്വേഷിക്കുന്നു. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളാണ്. കാല് കഴുകാൻ ഇറങ്ങിയ വഴിക്ക് ഒഴുക്കിൽപ്പെടുകയാണ് ഉണ്ടായെന്നാണ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ പറഞ്ഞ് അറിയാൻ കഴിയുന്നത്. ആയൂർ കുഴിയം ഭാഗത്ത് ഇത്തിക്കര ആറ്റിൽ ഒഴുക്കിപ്പെട്ട ഒരു ചെറുപ്പക്കാരന് വേണ്ടിയുള്ള തിരച്ചിൽ കേരള ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും ചേർന്ന് നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാല് കഴുകാൻ ഇറങ്ങിയപ്പോൾ വഴുതി ആറ്റിലേക്ക് പോയി എന്നാണ് ഇവിടെ എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങിറങ്ങിപ്പോകാൻ വഴിയാതാ. നമ്മുടെ കൈ ഇതുവഴി ഇറങ്ങാൻ ഒക്കുമോ? ഇതുവഴി ഇറങ്ങാൻ പാടായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഇറങ്ങാം. നമ്മൾ ഇറങ്ങിയില്ലെന്ന് വേണ്ട, നോക്കാം, ഇറങ്ങാൻ നോക്കാം. ഒക്കെ സ്ഥിരം ഇറങ്ങുന്നവരായതുകൊണ്ട്
മുമ്പ് പലപ്പോഴും ഈ മേഖലയിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഇവിടെ നിൽക്കുന്ന പലരും പറയുന്നത്. വളരെ ശ്രമകരമായ ഒരു തിരച്ചിൽ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി സമീപവാസികളും ഉദ്യോഗസ്ഥരോടൊപ്പം ചേരുന്നുണ്ട്. ആ ചെരുപ്പ് അയൊന്നല്ല അവന്റെ ഷൂ ഓടി ഇരിപ്പുണ്ട്. അതല്ല ചെരുപ്പ് കിടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞതാണ്. നമ്മുടെ മകനാണ് മാത്രമേ വിളിക്കട്ടെ. ഇങ്ങനെ കറിയും കാണാം. ആ ഭാഗത്തല്ലേ? ഇവർ എത്ര കുട്ടികളാണ് വന്നത്? 4 പേരെ കണ്ടു. വെള്ള ചെരുപ്പിനാണ് ആ മൊബൈൽ എടുത്ത് പോക്കറ്റ് ആ വെള്ള ചെരുപ്പിനാണ്. ആയൂർ കുഴിയം ഭാഗത്ത് ഇത്തിക്കരയാറ്റിൽ ഒരു കോളേജ് വിദ്യാർത്ഥി കാൽ വഴുതി ഇത്തിക്കര ആറ്റിലേക്ക് വീഴുകയുണ്ടായി. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിക്കുന്നത്. ഇവിടെ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ചേർന്നാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. ഏതാനും മിനിറ്റുകൾ, അതായത് അരമണിക്കൂറിനും മുമ്പാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ ഇതുവരെയും തിരച്ചിലിൻ്റെ ഭാഗമായി യാതൊന്നും കണ്ടുകിട്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ വളരെ പരിശ്രമമാണ്. നാട്ടുകാരൊപ്പമുണ്ട്, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് കൂട്ടായ വലിയൊരു തിരച്ചിലിൻ്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. അവർ പുനലൂർ സ്വദേശികളെന്നാണ് അവിടെ ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എത്ര പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങൾ എണ്ണിയില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. വളരെ ദുഃഖിതനായിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയില്ല. എന്തായാലും ശരി, ഇവിടെ വലിയ ശ്രമമാണ്, വളരെയധികം പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തിക്കരയാറ്റിൽ വളരെ വെള്ളക്കുറവാണ്. ഈ കുഴിയം ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസിയോട് ചോദിച്ചപ്പോൾ ഇവിടെ ചുഴിയുണ്ട്, ചുഴിയിലകപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തായാലും ശരി, ദുർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ശശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ചെറുക്കന്മാരോട് അപ്പോൾ അവൻ്റെ വീട്ടിൽ ഒരു പയ്യൻ അവരുടെ പയ്യനെ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ വീട്ടിലെല്ലാം വന്നിട്ടുണ്ടെന്ന് വളരെ
ഊർജ്ജസ്വലമായ ഒരു പരിശോധനയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെയും ഒരു തെളിവും അല്ലെങ്കിൽ ഒരു തുമ്പും അവർ അന്വേഷണർക്ക് കിട്ടിയില്ല. അവർ വീണ്ടും പരിശ്രമം തുടരുകയാണ്. കുഴപ്പമില്ല. ഇത്തിക്കര ആറ്റിൽ വെള്ളം വളരെ കുറവാണ്. എങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ഈ മുങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാകട്ടെ ഇന്നത്തെ വിദേശവാസികളാകട്ടെ പറയുന്നത് വലിയ ആഴം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അവരുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഇവിടുന്ന് അവിടെ ഒന്നും ഇവിടം വരെ ഉള്ളൂ മണ്ണ് കോരിയ കുഴി. അവിടെ നിന്ന് ഇവിടം വരെ അവിടെ നല്ല ആഴമാണല്ലേ? അവിടെ നല്ല ആഴമാണ്. ഇവിടുന്ന് വീണ നമ്മൾ അവിടെ ചെന്ന് തടയും. അവിടെ കിടക്കും. അവിടുന്ന് ഇവിടം വരെ ഉള്ളു കുഴി. അവിടം വരെ ഉള്ളു. ആ ചെരുവ് സുരേഷിനോട് നല്ല കാര്യമാണ്. ആരാ സുരേഷ്? അല്ല, ഈ വെള്ളം മൊത്തം നമ്മൾ പറ്റിച്ചായിരിക്കും. അറിയാം. അതിനപ്പുറം പോവില്ല. അവിടം വരെ ഉള്ളു. ഇവിടെ മൊത്തം മീൻ പിടിച്ചല്ലേ നമ്മൾ വെള്ളം പിടിച്ചത്. അവര് പറയട്ടെ. നമ്മൾ ഞാൻ അവിടുത്തെ സാവാസം ചോദിച്ചാൽ മതി. പതുക്കെ ചോദിച്ചാൽ അവർക്ക് ഒന്നുകൂടെ ചെയ്യാൻ. പക്ഷേ ഇത് വളരെ ദുഃഖകരവും നിർഭാഗ്യകരവുമായ ഒരു തത്സമയ സംരക്ഷണമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ആയൂർ കുഴിയൻ ഭാഗത്ത് ഇത്തിക്കര ആറ്റിലേക്ക് ഒരു വിദ്യാർത്ഥി കാൽവഴുതി വീണു. അത് തിരയുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TV നിങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഒഴുക്കുള്ള ഭാഗത്തോട്ടല്ലേ? ആ സൈഡ് അപ്പുറത്ത് നോക്കേ ഷാഫി. ആ ഒഴുക്കിന് അപ്പുറത്ത് സൈഡ് നോക്കണം.